ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഓണക്കല്ലേ വരുന്നേ. അപ്പൊ ഓണത്തിന്റെ കുറച്ച് പരിപാടികളൊക്കെ ഇന്ന് തുടങ്ങി വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്നലെ പച്ചരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്ന് കഴുകി നനച്ച് വെച്ച് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് അവിടെ തന്നെ വറുത്തിട്ട് കൊണ്ടുവരാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ റേഷൻ കടയിൽ പോവാണ്ട് കുറച്ച് ഗോതമ്പൊക്കെ വാങ്ങിക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഇന്നത്തെ ദിവസം ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഒന്ന് കാണിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഞാൻ നേരത്തെ പച്ചരിയൊക്കെ കഴുകി നനച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ ചായക്ക് വീറ്റിൻ്റെ ബ്രെഡിൻ്റെ അകത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഫില്ലിംഗ് ആയി വെച്ചിട്ട് അതാണ് കഴിച്ചത്. ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലത്തെ ചായ കൂടി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കുളിക്കാനൊക്കെ പോയത്. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ നമ്മൾ ഇൻട്രോ ഒക്കെ എടുത്തത്. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കേ പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചരി നനച്ച് കഴിഞ്ഞാലേ ഓവറായിട്ട് കുതിർന്ന് കഴിഞ്ഞാൽ പൊടി വറുക്കാൻ നേരത്തെ നൈസ് പൊടി കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതിലിങ്ങനെ ചെറിയ ചെറിയ കട്ടകളൊക്കെ കൂടുതലുണ്ടാവും. കുറച്ച് കൂടുതൽ പച്ചരി നനച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കാലം ഇനി നമുക്ക് അരിപ്പൊടിയുടെ കാര്യത്തിലോട്ട് ചിന്തിക്കണ്ടല്ലോ. കയ്യിൽ കിട്ടിയ പാത്രങ്ങളിലൊക്കെ പച്ചരി ഇതുപോലെ വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പച്ചരി നനയ്ക്കുന്ന സമയത്താണ് ഒരരിപ്പക്കൊട്ടയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന് ഉള്ള ഓർമ്മ വരുള്ളൂ കേട്ടോ. സംഭവം എന്താന്ന് വെച്ചാല് 2 അരിപ്പക്കൊട്ട നമ്മുടെ കയ്യിലുണ്ട്. ഈ അരിപ്പക്കൊട്ട എന്ന് പറഞ്ഞാല് വെള്ളമൊക്കെ വാരാനായിട്ട് വെക്കൂലേ, അതാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയാ. 2 പാത്രം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ 10 കിലോനൊക്കെ പച്ചരി നനയ്ക്കുവാണെങ്കിൽ ആ പാത്രത്തിൽ കറക്റ്റായിട്ട് വെക്കാൻ പറ്റൂട്ടാ. ഇത് 10 കിലോയിലും കൂടുതലുള്ള കാരണം കൊണ്ട് കൊട്ടക്കയിലും മറ്റേ കൊട്ടയിലും ഈ കൊട്ടയിലൊക്കെ ആക്കിയിട്ട് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട്. പുറത്ത് പോകുമ്പോ എപ്പോഴും വിചാരിക്കും ഒരെണ്ണം കൂടി വാങ്ങിക്കണം എന്ന്, അല്ലെങ്കിൽ കുറച്ച് വലിപ്പമുള്ളത് വാങ്ങിക്കണം എന്നൊക്കെ വിചാരിക്കും. പിന്നെ ഈ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ഓർമ്മ വരുള്ളൂ. പിന്നെ ഈ കാണുന്നത് എന്താന്ന് വെച്ചാലേ 1-2 വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഒരുങ്ങിയതാണ്. ഒരുങ്ങിക്കഴിഞ്ഞാലേ കണ്ണാടിയുടെ മുന്നിൽ ഇതുപോലെ കുറച്ച് ഷോ കാണിച്ചില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ പോയിട്ട് വരാട്ടാ. റേഷൻ കടയിൽ പോയിട്ട് വന്നിട്ടാ. ഇപ്പൊ ഒരു 10:30 ആയിട്ടുണ്ട് രാവിലെ. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മില്ലിൽ പോണം. പിന്നെന്താ, പിന്നെ നമ്മുടെ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. അത് പിന്നെ അടുക്കള മൊത്തം വെള്ളത്തിൽ കിടക്കാണ് കേട്ടോ. നമ്മള് അരിയൊക്കെ വാരത്ത് വെച്ചപ്പോഴേ അതിന്റെ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അത് ചാക്കിലാക്കിയതിന് ശേഷം വേണം നമുക്ക് അവിടെ തുടച്ചിടാനൊക്കെ ഉണ്ട്. റേഷൻ കടയിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ വന്നുട്ടാ. നമ്മുടെ വീട്ടിന്റെ അവിടുന്ന് കുറച്ച് നടക്കാൻ തന്നെ ഉള്ളൂ. എന്തെങ്കിലും നമ്മൾ വണ്ടിയമലൊക്കെ പോവുള്ളൂ കേട്ടാ. ഇപ്പൊ നടക്കുക, പണ്ടത്തെ പോലെ നടക്കുക എന്നൊക്കെ പറഞ്ഞതൊന്നും ആരും ചെയ്യില്ലല്ലോ. ഞാൻ പ്രത്യേകിച്ചും ചെയ്യില്ല കേട്ടാ. ഈ വണ്ടിമ തന്നെയാണ് എല്ലായിടത്തേക്കും പോവുക. അതാകുമ്പോ നമുക്ക് എന്താ പറയാ, ടൈമും വേസ്റ്റ് ആവില്ല. പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുമല്ലോ. പിന്നെന്താ, പുറത്തെ കടയിൽ നിന്ന് നമ്മൾ അങ്ങനെ ആട്ടപ്പൊടി ഒന്നും വാങ്ങിക്കാറില്ല. വല്ലപ്പോഴൊക്കെ മുന്നേ വാങ്ങിച്ചിരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് കിട്ടുന്ന കാരണം കൊണ്ട് അവിടെ നിന്ന് ഗോതമ്പ് വാങ്ങിച്ചിട്ട് കഴുകി നനച്ച് ഉണക്കി പൊടിപ്പിക്കാറ് തന്നെയാണ് പതിവ്. 10 കിലോനോ 20 കിലോനൊക്കെ പൊടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാള് എടുക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഇപ്പൊ ഗോതമ്പ് ഞാൻ നനയ്ക്കുന്നില്ല. ഇന്ന് വെയിലും മഴയും അല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പൊ കഷ്ടകാലത്തിന് ഇനി അത് നനച്ചിട്ടേ, മഴയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതേറ്റ് ഇടങ്ങേറാവേണ്ടി വരും. അപ്പോ ആ വെയില് നല്ല ഉള്ള ദിവസം നമുക്കത് നനയ്ക്കാം. ഞാനേ ഈ പച്ചരി മില്ലിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാട്ടാ. പിന്നെ രാത്രിയിൽ പോയിട്ട് എടുത്താൽ മതി. അപ്പൊ പോയിട്ട് വരാം. ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. 17 കിലോ ഉണ്ട്.
പോകാനുള്ളിടത്തൊക്കെ പോയി വന്നതിന് ശേഷമേ അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. പിന്നെ ചോറ് കഴിക്കാനായിട്ട് ചോറും മീൻകറിയും മീൻ വറുത്തതും പിന്നെ അച്ചുട്ടിക്ക് ഇന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ മുരിങ്ങക്കായുടെ ഒരു കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടി സീരിയലൊക്കെ കണ്ട് ഞാൻ ചോറൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ വിരുന്നേർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരപ്പം തന്നെ പോയി. പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നു. പിന്നെ ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടനായിട്ട് കുറേ നേരം സംസാരിച്ചു. പിന്നെ ഒരു ചേച്ചീനെ കാണാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് പോയി. അങ്ങനെ പിന്നെ 5 മണിയായപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വന്നു. അച്ചുട്ടി വരാനായിട്ടുണ്ടല്ലോ. പിന്നെ ഒരു 5:30 ആയപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. തിരിച്ചു വരുമ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അരി പൊടിച്ചതൊക്കെ മില്ലിലത്തേക്ക് തന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പൊടിയൊക്കെ ചൂടാറിയതിന് ശേഷം പാത്രത്തിലൊക്കെ ആക്കി വെക്കാനൊക്കെ ഉണ്ട്. ജിമ്മിലൊക്കെ പോയി വന്നു. ഫുഡൊക്കെ കഴിച്ചു. മേലുകഴുകലൊക്കെ കഴിഞ്ഞു. ഉറങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നേ. എല്ലാ കാര്യങ്ങളൊന്നും വീഡിയോ ആക്കി എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.